രണ്ടാമതായി ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചുള്ള ആക്ഷേപം അതൊരു ചെറിയ സംഘടനയാണ് എന്ന ആക്ഷേപമാണ്. ജമാഅത്തെ ഇസ്ലാമി ഒരിക്കലും അതിൻ്റെ വലുപ്പത്തിൽ അഹങ്കരിച്ചിട്ടില്ല. ജനങ്ങളെയും വാർത്താമാധ്യമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി സംസാരിച്ചപ്പോഴെപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗബലത്തെ സംബന്ധിച്ച് ആവേശം കൊണ്ടിട്ടില്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇത്ര വോട്ട് നൽകാമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുമില്ല. അതേ അവസരത്തിൽ ഇത്ര ചെറിയ ഒരു സംഘടനയാണെങ്കിൽ ഒരു പാർട്ടിയുടെ നയരേഖയിൽ എന്തിനാണ് ഇത്രയും സ്ഥലം ജമാഅത്തെ ഇസ്ലാമി അപഹരിച്ചത്? കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സമാരാധ്യനായ ഏറ്റവും വലിയ നേതാവ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? പാർട്ടി പരിപാടികളിൽ അണികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിരീക്ഷിക്കപ്പെടേണ്ടതും കൈകാര്യം ചെയ്യപ്പെടേണ്ടതുമായ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാനുള്ള കാരണമെന്ത് എന്ന് ഇതിനെ ഒരു ചെറിയ സംഘടന എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മൂന്നാമതായ ആക്ഷേപം ജമാഅത്തെ ഇസ്ലാമി ഒരു നന്മയെയും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു നന്മയെയും വളരാൻ വിടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ അറിയണം, ജമാഅത്തെ ഇസ്ലാമി എന്നും നന്മയുടെ പക്ഷത്ത് മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്, ജനങ്ങളുടെ നന്മയുടെ പക്ഷത്ത്. അതേ അവസരത്തിൽ കുറച്ചു കാലമായി ചില രാഷ്ട്രീയക്കാർക്ക് നന്മ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നന്മയുള്ള കാര്യമാണ്, ഭൂമാഫിയകൾക്ക് നന്മയുള്ള കാര്യമാണ്, അവരിൽ നിന്ന് പങ്കുപറ്റുന്ന ഏതാനും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നന്മയുള്ള കാര്യത്തെയാണ് അവർ നന്മ എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരം നന്മകൾ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുസ്വത്തിൻ്റെയും ജനങ്ങളുടെ താല്പര്യങ്ങളുടെയും പേരിലാണ് നടക്കുന്നത് എന്നതുകൊണ്ട് അവയെ ബലി കഴിച്ചുകൊണ്ടാണ് അത്തരം നന്മകൾ സ്ഥാപിച്ചെടുക്കുന്നത് എന്നതുകൊണ്ട് അങ്ങനെയുള്ള നന്മകൾക്ക് ജമാഅത്തെ ഇസ്ലാമി എതിർനിന്നിട്ടുണ്ട്, എതിർനിന്നുകൊണ്ടിരിക്കും. കാരണം ജമാഅത്തെ ഇസ്ലാമി മൊത്തം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി എക്സ്പ്രസ് ഹൈവേക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ, കിനാലൂരിലെ ജനവിരുദ്ധമായിട്ടുള്ള വികസന പദ്ധതികൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അത് ഏതാനും ചില ആളുകളുടെ നന്മകൾക്കെതിരായിരുന്നു. ഒരുപക്ഷേ പൊതുജനത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയെ തകിടം മറിക്കുന്ന സ്വഭാവത്തിൽ ഇത്തരം മുതലാളിമാരുടെയും ഭൂമാഫിയകളുടെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർക്ക് തോന്നിയേക്കാം ജമാഅത്തെ ഇസ്ലാമി നന്മക്കെതിരായി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന്. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച ആരോപണം CPM-ന്റെ നേതൃത്വം ഉന്നയിച്ചത് സംഘടിത പ്രസ്ഥാനങ്ങളെ തകർക്കുക എന്ന ലൈനാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് എന്നാണ്. CPM-ന്റെ തകർച്ചയെക്കുറിച്ചാണ് അദ്ദേഹം വേവലാതിപ്പെടുന്നതെങ്കിൽ അതിന് പുറത്തു നിന്ന് ആള് വരേണ്ട യാതൊരു കാര്യവുമില്ല. അതിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നോ രണ്ടോ ആളുകൾ തീരുമാനിച്ചിട്ട് തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഉള്ള കാര്യം CPM നേതൃത്വത്തെ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു ബാധ്യത ജമാഅത്തെ ഇസ്ലാമിയുടേതായി ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കുന്നില്ല. അത് മാധ്യമങ്ങളും ജനങ്ങളും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി എക്കാലവും ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയോടൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സംഘടനയാണ്. മൂല്യാധിഷ്ഠ രാഷ്ട്രീയം, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം, അതുപോലെ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയം എന്നീ രാഷ്ട്രീയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ ലൈൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ ലൈനിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും.
ചില മാധ്യമങ്ങൾ വിലയിരുത്തിയത് വളരെ കൗതുകം തോന്നും. രണ്ട് മുന്നണികളും ജമാഅത്തെ ഇസ്ലാമിയുടെ കൈവിട്ടു, ജമാഅത്തെ ഇസ്ലാമിയെ കൈവിട്ടു. ജമാഅത്തെ ഇസ്ലാമി ആരുടെയെങ്കിലും കൈ പിടിച്ചായിരുന്നോ ഇതുവരെ നടന്നിരുന്നത്? ജമാഅത്തെ ഇസ്ലാമി സ്വന്തം കാലിൽ നിൽക്കുന്ന പ്രസ്ഥാനം, ഈ ഭൂമിയിൽ സ്വന്തം വേരുകളുള്ള പ്രസ്ഥാനം. അതുകൊണ്ട് എവിടെയെങ്കിലും ചാരി വെച്ചാൽ മാത്രമേ നിൽക്കൂ എന്നോ ആരുടെയെങ്കിലും കൈപിടിച്ച് നടക്കാൻ കഴിയൂ എന്നോ ഉള്ള അവസ്ഥ ജമാഅത്തെ ഇസ്ലാമിക്കില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമി ആ മുന്നണിയോടൊപ്പം നിൽക്കുകയായിരുന്നില്ല. അന്ന് തീരുമാനം പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനവിരുദ്ധമായിട്ടുള്ള മുഴുവൻ നയങ്ങൾക്കുമുള്ള പിന്തുണയായിരിക്കുകയില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ. മറിച്ച് എന്നാണോ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവേശിക്കുന്നത് അന്ന് അതിനെ എതിർക്കാനുള്ള സ്വാതന്ത്ര്യം ജമാഅത്തെ ഇസ്ലാമി നിലനിർത്തും, ഉപയോഗിക്കും എന്ന് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ 4 കൊല്ലം ജമാഅത്തെ ഇസ്ലാമിയെ നിരീക്ഷിച്ചവർക്കറിയാം, ഈ തീരുമാനത്തിൽ ജമാഅത്ത്, അതിൻ്റെ പോഷക സംഘടനകൾ, അതിൻ്റെ സംഗതികൾ യാതൊരു തരത്തിലുള്ള വീഴ്ചയും ജമാഅത്തെ ഇസ്ലാമി വരുത്തിയിട്ടില്ല. ഓരോ ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണച്ചു എന്നതുകൊണ്ട് CPM-ന് ജമാഅത്തെ ഇസ്ലാമി വിമർശിക്കാനുള്ള അവകാശത്തെയും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. രണ്ടു കൂട്ടരും അവരവരുടെ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പരസ്പരം സഹകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം, വളരെ ഗൗരവതരമായി ജമാഅത്തെ ഇസ്ലാമി കാണുന്ന ആക്ഷേപം സഖാവ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തിന് യോജിച്ചതല്ല എന്നുള്ള ഒരു പ്രസ്താവമാണ്. കേരളത്തിന്റെ സൗഹാർദ്ദ അന്തരീക്ഷത്തെ ഇത്രമേൽ പരിപോഷിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനത്തെ നിങ്ങൾ കാണാൻ കഴിയും. നാടുനീള സംവാദങ്ങൾ, നാടുനീള ഡയലോഗുകൾ, സൗഹൃദ വർത്തമാനങ്ങൾ, മാത്രമല്ല പോഷക സംഘടനകൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ പരാധീനതകൾക്ക് വേണ്ടിയുമുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു പ്ലൂറൽ സൊസൈറ്റിയിൽ എന്തൊക്കെ മര്യാദ പാലിച്ചുകൊണ്ടാണോ ഒരു സമൂഹം താമസിക്കേണ്ടത്, അതിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കുന്നുവെന്ന് മാത്രമല്ല, മുസ്ലിം സമുദായമടക്കമുള്ള വിഭാഗങ്ങളെ അത്തരം മര്യാദകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം കേരളീയ മതനിരപേക്ഷ സമൂഹത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അതേ അവസരത്തിൽ ഇന്നലത്തെ സഖാവ് പിണറായി വിജയന്റെ കൊല്ലം പ്രസംഗം പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. വർഗരാഷ്ട്രീയത്തിനു വേണ്ടി ഉടലെടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനം കേരളത്തിലെ വർഗീയതയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുവാനുള്ള ആഹ്വാനം പാർട്ടി അണികൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് വളരെ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ ഏതൊക്കെ ജാതീയ വിഭാഗീയതകളുണ്ടോ, വർഗീയ ധ്രുവീകരണത്തിന്റെ ഏതേതൊക്കെ സാധ്യതകളുണ്ടോ, ആ സാധ്യതകളുടെ അവസാനത്തെ പോയിന്റും ഉപയോഗപ്പെടുത്തുവാൻ പാർട്ടി അണികൾക്ക് നൽകിയിട്ടുള്ള ആഹ്വാനം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ആഹ്വാനമായിരിക്കും എന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള ജനതയെ ഓർമ്മിപ്പിക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. ഏതായിരുന്നാലും ഇത്തരത്തിലുള്ള വർഗീയ ജാതീയ ധ്രുവീകരണ ശ്രമങ്ങൾ, ആ ധ്രുവീകരണങ്ങളിലൂടെ മുതലെടുക്കുവാനുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ശ്രമങ്ങൾ കേരളീയ ജനത തിരിച്ചറിഞ്ഞിരിക്കും എന്നുള്ളതാണ്. സഖാവ് പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിക്ക് ശരിയായ വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് നന്ദി.
എന്തെങ്കിലും അന്വേഷിക്കാറുണ്ടെങ്കിൽ അന്വേഷിക്കാം.